വലിയ നോമ്പിലെ 38-ാം ദിവസം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 32 വരെ തിരുവചനം. ഇവിടെ ശിഷ്യന്മാർ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഈശോ വെളിപ്പെടുത്തുന്നു. മനുഷ്യപുത്രനെ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ വധിക്കും, വധിക്കപ്പെട്ട 3 ദിവസം കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. സുവിശേഷം ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നു. ഈ വചനം അവർക്ക് മനസ്സിലായില്ല, എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു. ശിഷ്യന്മാരിവിടെ വലിയ ആശയക്കുഴപ്പത്തിലാണ്, ഒട്ടും സംസാരിക്കുന്നില്ല, വളരെ നിശബ്ദരാണ്. കാരണം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഈ സത്യം അത് കേട്ട് അവർ ഭയന്നിരുന്നിരിക്കണം. ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നതും കൊടുങ്കാറ്റിനെ ശാസിക്കുന്നതും കടലിനു മീതെ നടക്കുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും ഒക്കെ അവർ കണ്ടിരുന്നു. തുടർന്നും ഒരുപക്ഷെ വലിയ വിജയവും മഹത്വവും ഒക്കെ ഈ ജീവിതയാത്രയിൽ മാനുഷികമായിട്ട് അവർ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് ഈശോ ശിഷ്യരിൽ ഒരുവന്റെ വിശ്വാസവഞ്ചനയെക്കുറിച്ചും താനേൽക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെക്കുറിച്ചും കുരിശ് മരണത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. ഇതൊരിക്കലും അവരുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരുന്നില്ല. കുരിശ് അവരുടെ ജീവിത സ്വപ്നങ്ങളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മോട് ഇതേ സത്യം തന്നെ പറയുന്നു. അതായത് പുനരുത്ഥാനത്തിലേക്കുള്ള വഴി എല്ലായ്പ്പോഴും കുരിശിലൂടെയാണ് കടന്നു പോകുന്നത്. കുരിശില്ലാതെ ഉത്ഥാനമില്ല. ഈസ്റ്ററിന്റെ സന്തോഷം നമുക്കൊക്കെ വേണം. എന്നാൽ ദുഃഖവെള്ളിയുടെ വേദനയും ത്യാഗവും ഒഴിവായി കിട്ടണം. കീഴടങ്ങാതെയുള്ള ആന്തരിക പരിവർത്തനം, പോരാട്ടങ്ങളില്ലാതെയുള്ള വിജയം, പാപം ഉപേക്ഷിക്കാതെയുള്ള വിശുദ്ധി, ഇവയൊക്കെയാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷകളുമൊക്കെ. ഇവിടെ ശിഷ്യന്മാരോടെന്ന പോലെ ദൈവം പല പല അനുഭവങ്ങളിലൂടെ, തിരുവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ നമ്മോടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ നാം നിശബ്ദരാണ്. കൂടുതൽ അന്വേഷണമില്ല, ചോദ്യങ്ങളുമില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നാം ഒഴിവാക്കുന്നു. കാരണം അത് നമ്മെ പലപ്പോഴും വെല്ലുവിളിക്കുന്നു, മാറ്റം ആഗ്രഹിക്കുന്നു. കുരിശുകളെ നമുക്ക് ഭയമാണ്. ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഇവിടെ ഈശോ സംസാരിക്കുന്നത് നിർത്തുന്നില്ല. അവർക്ക് മനസ്സിലാകാത്തപ്പോഴും അവൻ ക്ഷമയോടെ അവരോടൊപ്പം നടക്കുന്നു. നോമ്പിന്റെ പ്രത്യാശ ഇതാണ്. നമ്മുടെ ആശയക്കുഴപ്പത്തിൽ ദൈവം നമ്മെ കൈവിടുന്നില്ല. നമുക്ക് പൂർണ്ണമായി മനസ്സിലാകാത്തപ്പോഴും വിശ്വസിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. നോമ്പുകാലം എല്ലാ ഉത്തരങ്ങളും ലഭിക്കുന്നതിനെ കുറിച്ചല്ല, ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാനും ചോദിക്കാനും കേൾക്കാനും അവനെ പിന്തുടരാനുമുള്ള നിമിഷങ്ങളാണ്. ഒരുപക്ഷെ ജീവിതയാത്രയിൽ സഹനങ്ങളിലൂടെയാണ് നാം നയിക്കപ്പെടുന്നതെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദത്തെ ഭയപ്പെടാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചോദ്യങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, നമ്മുടെ ഭയങ്ങൾ പോലും ഈശോയിലേക്ക് കൊണ്ടുവരാം. കാരണം കുരിശിന്റെ രക്ഷാകര രഹസ്യത്തിലൂടെ ക്രിസ്തുവിനോടൊപ്പം നാം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിൽ യഥാർത്ഥത്തിൽ പങ്കുചേരാൻ സാധിക്കൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.